2009 ഫോർഡ് ഐക്കോൺ TDCI 4 ബ്രാൻഡ് ന്യൂ ടയറുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് 29 വരെ പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2016 ഗ്രാൻഡ് I10 ഓട്ടോമാറ്റിക്കാണ്. എന്തോ ഓടിയിട്ടുണ്ട്? 69,000 കിലോമീറ്റർ. 2013 ബൊലേറോ SLX എന്തോ ഓടി? 69,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 ടയർ ഇന്നലെ എടുത്തിട്ടേ ഉള്ളൂ. പുത്തൻ ടയറാണല്ലേ? പുത്തൻ പുതിയ ടയറാണ്. ക്ലച്ച് പുത്തൻ പുതിയ ക്ലച്ചാണ്. 2013 വാഗണർ VXI. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. സെക്കൻഡ് ഓണർ. 2015 ഇയോൺ എറാ പ്ലസ് സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. ആറ്റിങ്ങൽ എന്ന് പറയും. LMS ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് കല്ലമ്പലം യൂസ്ഡ് കാസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു 50,000 രൂപയ്ക്ക് സെന്ന് അവിടം തൊട്ട് മേളിലോട്ട് തുടങ്ങുന്ന വണ്ടികൾ നോക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്നതും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതുമായ ഒരു ഷോപ്പാണ്. ഒട്ടനവധി വണ്ടികളാണ് കിടക്കുന്നത്. ഈ ഷോപ്പിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നടുപിടിക്കും. അത്രയ്ക്ക് വണ്ടി കിടക്കുന്ന, അത്രയ്ക്ക് സ്ഥലമുള്ള ഒരു ഷോപ്പാണ്. അതുകൊണ്ട് തന്നെ നിറയെ വണ്ടികൾ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുമ്പോഴൊക്കെ ഒരു കിൻഡ് വണ്ടിയാണ്. സംഭവം നടുപിടിക്കുന്നൊരു പരിപാടിയാണ് ഇവിടുത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് വണ്ടികൾ കിടപ്പുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ സെന്ന്, വോൾട്ടോ, വാഗണർ, ഇയോണ്, പിന്നെ എസ്റ്റീം, സാൻഡ്രോ, നാനോ, സ്കോർപ്പിയോ, മഹേന്ദ്രയുടെ ഏതോ ഒരു വണ്ടി, പേരറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ കുറേ വണ്ടികൾ കിടക്കുന്ന പിന്നെ ഉണ്ട് ബൊലേറോ കിടപ്പുണ്ട്. അങ്ങനെയുള്ള നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും ഏത് വിലയിലുള്ള ശ്രേണിയിലുള്ള വണ്ടികൾ എടുക്കാവുന്ന, അതായത് സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പെടുന്നവർക്കും ആയ ആൾക്കാർക്ക് എടുക്കാവുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2001 സെന്ന് LX ആണ്. 26 വരെ പേപ്പറുണ്ട്. ടയർ ആവറേജ് താഴെ ടയറേ ഉള്ളൂ. സീറ്റ് കവർ പുതിയതാണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ഡാഷ്ബോർഡും കാര്യമൊക്കെ വൃത്തിയുണ്ട് കാണാൻ. അത്യാവശ്യം നല്ലൊരു അടിഭാഗവും ഒക്കെ ഉണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോറിൻ്റെ ഈ സൈഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം കാണാൻ കൊള്ളാം. പിന്നെ ഡോർ പാഡ് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് ആണോ? അല്ല, പവർ സ്റ്റിയറിംഗ് അല്ല, AC മാത്രമാണ്. AC മാത്രമേ ഉള്ളൂ. LS ആണ് അല്ലേ? LX ആണ്. ബാക്ക് സൈഡ് വണ്ടിയുടെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ കൊള്ളാം. ബാക്ക് സൈഡ് മൊത്തത്തിൽ കൊള്ളാം, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 55 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. വെറും കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ചെറിയൊരു ഇതുണ്ട്. അത് ഇളക്കി ഒന്ന് സർവീസ് ചെയ്താൽ തീരാന്നുള്ള ഇതേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. കസ്റ്റമർ വന്ന് അവർ ഇതൊക്കെ ചെയ്തെടുക്കുകയും നമുക്ക് ഫൈനൽ ഒരു 50 രൂപയ്ക്ക് കൊടുക്കാം. കാരണം അവർ കൊണ്ട് ചെന്നേ ഇളക്കി ഒന്ന് സർവീസ് ചെയ്ത് ഒക്കെ വൃത്തിയാക്കി എടുക്കുമ്പോഴേ നമ്മൾ ചെയ്യുവാണെങ്കിൽ 55 രൂപ, നമുക്ക് 55-ന് കൊടുക്കാം. അവർ ചെയ്യുകയാണെങ്കിൽ 50,000 രൂപ നമുക്ക് കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പഴയ വണ്ടിയില്ലേ, ഇതിലൊക്കെ അങ്ങനെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. തിരുവനന്തപുരം രജിസ്ട്രേഷനാണ്. 2005 സ്വിഫ്റ്റ് VXI ആണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. 2025 7-ാം മാസം ടെസ്റ്റാണ്. 25 ടെസ്റ്റ്. 25 7-ാം മാസം ടെസ്റ്റാണ്. വണ്ടിക്കകം കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ്. ഇത് 7 ഇഞ്ച് ആണോ ഇത് വെച്ചേക്കുന്നത്? എന്താണ് 7 ഇഞ്ച് ആണോ? അറിയില്ല. സ്റ്റീരിയോ ചെയ്തേക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ഇഞ്ച് ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. 9 ഇഞ്ചാണ് തോന്നുന്നത്. 9. ഓക്കെ. 2005 VXI ആണ്. പക്ഷെ വണ്ടി നല്ല വൃത്തിയുണ്ട് കാണാൻ, കുഴപ്പമൊന്നുമില്ല. ബാക്ക് സൈഡ് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്. ഓണർ സെക്കൻഡ് ആണ്. ഓണർ 4-ന് മേലായി. ഓയ്യോ,
അതാണ് അതിലെ നെഗറ്റീവ് അല്ലേ? ആ, അത്രയും പഴക്കമുള്ള വണ്ടിയല്ലേ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇത് 1.15 കൊടുക്കാം. 1.15. ആൾട്ടോടെ പൈസ ചോദിച്ചോളൂ. ഓണർഷിപ്പിൻ്റെ ഇതുകൊണ്ടാണല്ലേ? ടയേഴ്സൊക്കെ ഒരുവിധം ഫിറ്റിങ്സ് എല്ലാം ഉണ്ട്. അത്യാവശ്യം ടയറൊക്കെ കുഴപ്പമില്ല, ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വണ്ടി. ഓണർഷിപ്പിൻ്റെ ഇതേ ഉള്ളൂ. 2010 ആൾട്ടോ കേട്ടൺ VXI. ടയർ കുഴപ്പമില്ല, നല്ല ടയറാണ്. ബാക്ക് ടയറും അത്യാവശ്യം 2010 11-ാം മാസം വണ്ടിയാണ്. 2 ഡോർ പവർ വിൻഡ് ആണല്ലേ? ആ, VXI ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 80,000 കിലോമീറ്റർ. ഓട്ടോ ഒക്കെ ജെന്യുവൻ ആണേ? ആ. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതേപോലെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവർ വിൻഡാണ്. ബാക്ക് അങ്ങനത്തെ അല്ല. ടയറൊക്കെ പുതിയ ടയറാണ്. ആ, ടയറൊക്കെ കൊള്ളാം. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 1.30 കൊടുക്കാം. 1.30. ആ, സ്വിഫ്റ്റിനേക്കാൾ വിലയാണല്ലേ? മറ്റേ സ്വിഫ്റ്റ് ഓണർഷിപ്പ് ആയതുകൊണ്ട് വില കുറവ്. വേറെ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല. നല്ല ചെറിയ ചണക്കുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു ചെറിയൊരു ചണക്കുണ്ട്. ബാക്കി വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നീറ്റ് വണ്ടിയാണൊന്നും ഞാൻ കണ്ടില്ല. അത്യാവശ്യം കൊള്ളാം. 2014 വാഗണർ VXI 70,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റേഴ്സ് ഒക്കെ ആണ്. കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എത്രാമത്തെ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. VXI ആണല്ലേ? VXI 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളാണ്. മാനുവലാണ്. വണ്ടിക്കകമൊക്കെ കാണാനുള്ള എല്ലാ കടക്കാരും സീറ്റ് കവറൊക്കെ നന്നാക്കിയിട്ടേക്കുവാന്ന് തോന്നുന്നു. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ. എല്ലാവരും ആ ഒരു കാര്യത്തിൽ നിർബന്ധമാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ആ രീതിയിൽ പണിഞ്ഞ് കയറി കാണുമ്പോൾ ആ സീറ്റ് കവറിൻ്റെ ഒരു മെനം കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നുള്ളത്. കൊള്ളാം. വണ്ടിക്കകമൊക്കെ കൊള്ളാം. AC കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. ഓക്കെ. ഇത് 4 ഡോർ പവർ വിൻഡും മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. കൊള്ളാം. വണ്ടി കാണാനൊക്കെ ഓവറോൾ നല്ല ഭംഗിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 3,35,000. 3,35,000. 3,35,000. ഓക്കെ. ടയേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 2.25 ലോൺ ചെയ്യാം. കയറും. ആ, 2015 ഇയോൺ എറ പ്ലസ്. സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എന്ത് ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. ആവറേജ് ടയേഴ്സ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് ഒന്നുമില്ല. ഇതിൻ്റെയും സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്ത് വൃത്തിയായിട്ട് വണ്ടിക്കകം വെച്ചിട്ടുണ്ട്. മാനുവലല്ലേ ഉള്ളൂ. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിങ്, അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ, നോർമലി ഉള്ളൊരു വണ്ടി. ബാക്ക് സൈഡും ഒക്കെ അതേപോലെ തന്നെ വൃത്തിയായിട്ട് സൂക്ഷിച്ചുകൊണ്ട് വേറെ സ്ക്രാച്ചുകൾ കാര്യങ്ങളായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. അതേപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് താനും. റീപ്ലേസ് ഒന്നുമില്ല. ടയർ, ഈ ബാക്ക് ടയർ ആവറേജിലും താഴെയാണ്. ഫ്രണ്ട് ടയർ എത്രയുണ്ട്? അത് ഏകദേശം അങ്ങനെയാണ്. എത്ര ചോദിക്കുന്നത്? എത്രയാ ഇത്? നമുക്ക് 2,15,000. 1,75,000 ലോൺ കയറും. 1,70,000 ലോൺ. 2,15,000 എന്നുള്ള കുറയുമോ? അതോ ലാസ്റ്റ് പ്രൈസ് ആണ് ഈ പറയുന്നത്? എന്തെങ്കിലും കൂടെ നമുക്ക് കുറച്ച് കൊടുക്കാം. ഇയർ എൻഡ് ഒക്കെ അല്ലേ? അത് കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് ഉണ്ടായിരുന്നു. ഇയർ എൻഡിങ് ഒക്കെ വരുന്ന ആ ബോധ്യത്തിലൊക്കെ എല്ലാവരും വില പറയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പരമാവധി കസ്റ്റമേഴ്സിന് കുറച്ച് തന്നെ കൊടുക്കുന്ന. ഓക്കെ, അടുത്ത് പറഞ്ഞു. 2008 ആൾട്ടോ LX 2028 വരെ പേപ്പറുണ്ട്. ഇതിന് നല്ല അത്യാവശ്യം നല്ല ടയർ കാര്യങ്ങൾ കിടപ്പുണ്ട്. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് 4th ഓണറാണ്. 4th ഓണർ അല്ലേ? 4th ഓണർ. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ? അറിയില്ല, പഴയ വണ്ടിയല്ലേ. 78,000 കിലോമീറ്ററാണ് പറയുന്നത് അല്ലേ? ആ. ഓക്കെ. LXI ആണല്ലേ? LX മാത്രം, പവർ സ്റ്റിയറിംഗ് ഇല്ല. ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപെയിന്റിങ് അങ്ങനെ? റീപെയിന്റ് വരും. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ലേ?
ഓ, അപ്പോൾ പേപ്പറൊക്കെ ഇനി കിടപ്പുണ്ടോ? 2028 വരെ പേപ്പറുണ്ട്. അത്രയുണ്ട്. ഓക്കെ. ടയറൊക്കെ അതുകൊണ്ടായിരിക്കും നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. പുതിയ ഇൻഷുറൻസ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് ഫൈനൽ 80 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 80? മാരുതി 800-ൻ്റെ പൈസയേ ഉള്ളൂ. അതിൽ കുറയോ? എന്തൊരു സമയമായി കുറയ്ക്കാൻ. മാരുതി 800-ന് കൊടുക്കണ്ടേ 2008-ന്? 80 രൂപ. ആൾട്ടോ അല്ലേ. 2013 വാഗണർ VXI. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. സെക്കൻഡ് ഓണർ. ബാക്കി കിലോമീറ്ററൊക്കെ എന്തോ ഓടി? 1,00,000 കിലോമീറ്റർ. ഒന്ന് തികഞ്ഞ്? 1,00,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. വണ്ടിക്കാകും ഒക്കെ അത്യാവശ്യം നല്ല. ഫ്രണ്ട് ഗ്ലാസ് കല്ലടിച്ച് പൊട്ടിയിരിക്കുകയാണ്. ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത്. മാറ്റിയിട്ടില്ല. അത് നമുക്ക് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ ഗ്ലാസ് മാറി പുതിയ ഗ്ലാസ് ഇട്ട് കൊടുക്കാം. മാറുമ്പോൾ പറയും അതിൻ്റെ ആക്സിഡന്റ് ആയതാണ്, അതുകൊണ്ടാ മാറാത്ത. ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത്. എല്ലാം ഉണ്ട്. അടുത്തത് നോക്കുമ്പോൾ ഞാൻ അതിനകം ബാക്ക് സൈഡ് ഓക്കെയാണ്. നല്ല വൃത്തിയുണ്ട്. വേറെ റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നേ? നമുക്ക് 290-ന് കൊടുക്കാം. 290. ഏത് വർഷം? ഗ്ലാസ് മാറി കൊടുക്കാം. 2013 VXI ആണ്. 290 ഗ്ലാസ് മാറി. ഗ്ലാസ് കല്ലടിച്ചേക്കുന്ന പാടുണ്ട് അതിൽ. ഈ കിടക്കുന്ന നല്ലൊരു പാടം. ആക്സിഡന്റ് ആയതൊന്നുമല്ല ഇതല്ലേ? ഓക്കെ. അത് മാറി കൊടുക്കും. അത് മാറണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പൈസ കൂടെ കുറവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 290-ന് ലാസ്റ്റ് കൊടുക്കാനാ വെച്ചേക്കുന്നത്. ഗ്ലാസ് മാറി നമുക്ക് കൊടുക്കാം. ഈ വണ്ടിക്ക് ലോൺ കിട്ടുമല്ലോ 2013 ആകുമ്പോൾ. അപ്പോൾ എത്ര രൂപ ഇറക്കാം? നമുക്കൊരു 230, 240 ലോൺ ചെയ്യാം. ആ റേഞ്ചിനൊക്കെ ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ്. 2013 വണ്ടി ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എന്തായാലും വലിയ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. യാതൊരു തര പ്രശ്നങ്ങളും കാണുന്നില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. 290 അല്ലേ? 2017 ആൾട്ടോ 800 LXI സിംഗിൾ ഓണർ. ഓക്കെ. എത്ര ഓടി? 58,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റേഴ്സാണ്. കിലോമീറ്റർ. 2 ഡോർ പവർ വിൻഡോ അല്ലേ? വണ്ടിക്കകം ഒക്കെ അത്യാവശ്യം കൊള്ളാം. ചെറിയ കളറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബ്ലൂഷൊക്കെ കിടക്കുന്നുണ്ട്. സ്റ്റിയറിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയും കാര്യങ്ങളുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് വർഷമായിരുന്നു ചേട്ടാ? 2017. അപ്പോൾ പിന്നെ എന്തായാലും തുരുമ്പും കാര്യമൊന്നുമില്ല. പുതിയ വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 275-ന് കൊടുക്കാം. 275 ലാസ്റ്റ് പ്രൈസ് ആണോ? 270-ന് കൊടുക്കാം ലാസ്റ്റ്. 2.5 രൂപ ലോൺ കിട്ടും. അപ്പോൾ 20,000 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അതെ, 20,000 രൂപയ്ക്ക് ഇറക്കാവുന്ന. എത്ര കിലോമീറ്റർ? 53,000 ഓടിയ ഓൾട്ടോ 20,000 രൂപയ്ക്ക് ഇറക്കാം. 2014 ആൾട്ടോ 800 LXI. നല്ല ടയർ, അലോയ് വീൽസ് കാര്യങ്ങളുണ്ട്. 4 ബ്രാൻഡ് ന്യൂ ടയർ. വണ്ടിക്കകവും അത്യാവശ്യം സർവീസൊക്കെ ചെയ്തിട്ടേക്കാന്ന് തോന്നുന്നു. നല്ല വൃത്തിയുണ്ട്. 2 ഡോർ പവർ വിൻഡോ ആണ്. എന്താ ഓടി? 74,000 കിലോമീറ്റർ. 74,000. അത്യാവശ്യം നല്ല ഒരു ഡോർ പാഡാണ്. ഡോർ പാഡിലൊന്നും വൃത്തിയിടൊന്നുമില്ല. എല്ലാം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ച വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും കാണുന്നുമില്ല. തുരുമ്പോ കാര്യങ്ങളുണ്ടോയെന്ന് അറിയത്തില്ല. അതേപോലെ ഇത് ഈ തുരുമ്പുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? നമുക്ക് 220-ന് കൊടുക്കാം. 220? ലാസ്റ്റ് പ്രൈസ് ആണോ? അലോയി ആ ടയറും തന്നെ നല്ല പൈസ ഉണ്ട്. ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ 4 ബ്രാൻഡ് ന്യൂ ടയറാണ് കിടക്കുന്നത്. 2015 ആൾട്ടോ 800 LXI സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്ററൊക്കെയാണ്. 2 ഡോർ പവർ വിൻഡോ. വണ്ടി എല്ലാം സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിക്കകം കാണാനൊന്നും കുഴപ്പമില്ല. ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് അഡീഷണൽ ചെയ്തേ? ഓക്കെ. ബാക്ക് സൈഡ് കുഴപ്പമൊന്നുമില്ല. വൃത്തിയായിട്ട് തന്നെ ഇളകണേ. എത്ര ചോദിക്കുന്നത്? 240. എന്തെങ്കിലും കുറയുമോ? അതാണ് ചോദ്യം. എന്തെങ്കിലും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഇത് 20 രൂപയൊക്കെ ഇറക്കാവോ? ആ 2009 ഫോർഡ് ഐക്കോൺ TDCI, നല്ല 4 ബ്രാൻഡ് ന്യൂ ടയറുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് 29 വരെ പേപ്പറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇന്ത്യയിലെല്ലാം നീറ്റാണ്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? എല്ലാം വർക്കിംഗ്. ഇന്ത്യയിലെല്ലാം ഇച്ചിരി മെനക്കെട്ട് പണിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. ഫോർഡോ പവർ വിൻഡ് ആണല്ലേ? ആ നല്ല രീതിയിൽ ഡോർ പാഡൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇതിൻ്റെ എൻജിൻ സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി. മൈലേജ് എന്ത് കിട്ടും ഇതിന്? മൈലേജ് 20-18 മൈലേജ് കിട്ടും. കിട്ടും. ഫ്ലോർ മാറ്റ് ഡീസലാണ്. ഡീസലാണ്. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ. ഒന്ന് കഴിഞ്ഞ് 1,00,000, കറക്റ്റ് 1,00,000 കിലോമീറ്റർ. അപ്പോൾ മറ്റേ ടൈമിംഗ് ചെയ്യാനൊന്നും മാറിയിട്ടില്ല, എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര ചോദ്യം? നമുക്ക് 90 രൂപയ്ക്ക് കൊടുക്കാം. ഇനി ടൈമിംഗ് ചെയ്യേണ്ട ഒക്കെ പണിയുണ്ട്. 90 രൂപയ്ക്ക് കൊടുക്കാം. ഇത് ഒന്നിന് മേലെ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. 29 വരെ സുഖമായി കൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടിയല്ലേ. ഫാൻസി നമ്പറുമാണ്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്ക് ചെയ്യുമല്ലോ? അതൊക്കെ വർക്കിംഗ് തന്നെ. 2012 ഒമിനി, പെട്രോൾ മാത്രമാണ്, ഗ്യാസ് ഒന്നും ഓടിയ വണ്ടിയല്ല. അല്ല. പുത്തൻ പുതിയ സീറ്റ് കവർ, 74,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. ജെനുവിനാണേ? ആ വണ്ടിക്കകം കൊള്ളാം, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇതിൻ്റെ പേപ്പർ വർക്കൊക്കെ ഇനി ഒരുപാട് നാളുണ്ടോ? 2027 വരെ ഉണ്ട്. ഉണ്ട്. മണ്ണൊക്കെ ഉണ്ടെന്നുള്ളതില്ല, തുരുമ്പും കാര്യങ്ങളായിട്ടൊന്നും കാണുന്നില്ല. സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും ഇല്ല. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടി അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതിന് ടെസ്റ്റ് എന്നാണ്? 27. ഓക്കെ. വണ്ടി ഓവറോൾ കാണാൻ കൊള്ളാം കേട്ടോ, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 140. 140. റൂഫും കാര്യമെല്ലാം കൊള്ളാം, എല്ലാം നല്ല വൃത്തിയായിട്ടായിരിക്കുന്നത്. ഇതിന് ലോൺ സൗകര്യം കിട്ടുമോ? കിട്ടും. 1,00,000 രൂപ ലോൺ ചെയ്യാം. കിട്ടും. ഓക്കെ. 140 ചോദിക്കുന്നത്. അപ്പോൾ ഒരു 40 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. പറയത്തൊക്കെ വേറെ റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ആയിട്ടില്ലല്ലോ? ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസ്സോ? അതല്ല, അല്ല വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 2013 ബൊലേറോ SLX. എന്തോ ഓടി? 69,000 കിലോമീറ്റർ. ഫ്രണ്ട് 2 ടയർ ഇന്നലെ എടുത്തിട്ടേ ഉള്ളൂ. പുത്തൻ ടയറാണല്ലേ? പുത്തൻ പുതിയ ടയറാണ്. ക്ലച്ച് പുത്തൻ പുതിയ ക്ലച്ചാണ്. അതൊക്കെ വർക്ക് എടുത്തിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നല്ലൊരു അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഓടി? 69,000 കിലോമീറ്റർ. അത് പറഞ്ഞായിരുന്നില്ലേ, ഞാൻ വിട്ടുപോയി. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 4,80,000. 4,80,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതിന് മൈലേജ് എന്താണ്? മൈലേജ് 16. വണ്ടിക്കകം ഒക്കെ അത്യാവശ്യം വൃത്തിയാണ്. ബാക്ക് സൈഡ് നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റൂഫാണെങ്കിലും ഒക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്. അതൊക്കെ നീറ്റാണ്. ഓക്കെ. 5 അലോയ്സാണ്. 5 അലോയ്സ്. സ്റ്റെപ്പിന് കിടക്കും അല്ലേ? ഓവറോൾ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്നത്? 3.5 ലോൺ കയറും. നമ്മളെത്ര ചോദിച്ചു? 4,80,000. 2013 ആൾട്ടോ K10 LXi, സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? 78,000 കിലോമീറ്റർ. 78. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. കിലോമീറ്റർ. LXi ആണോ LX ആണോ? LXi ആണ്. LXi. AC പവർ സ്റ്റിയറിംഗ് അല്ലേ? ചെറിയ സ്റ്റീരിങ് കാര്യമുണ്ട്. അതേപോലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പുതിയ സീറ്റ് കവർ അത്. ഇതോ? പുതിയ സീറ്റ് കവർ ആയിരുന്നു അത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പുതിയ സീറ്റ് കവറൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. നോർമൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു രീതിയിലുള്ള ഇരുത്താണ്. ഓക്കെ. ഫ്രണ്ട് 2 പുതിയ ടയറും. എത്ര ചോദിക്കുന്നത്? ഇത് 190 കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? 2011 ഈക്കോ AC. ടയർ മോശമാണ്. കുറച്ചുകൂടി ടയർ ഉണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. എന്ത് ഓടിയിട്ടുണ്ട്? 1,00,000 കിലോമീറ്റർ തികച്ചിട്ടുണ്ട്.
ഓക്കെ, വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്രയാണ് ചോദിക്കുന്നത്? 1.75 കൊടുക്കാം. 1.75? ബാക്ക് സൈഡും ഒക്കെ കൊള്ളാം. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. എൻജിൻ സൈഡും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? ബാക്ക് ടയർ പുത്തൻ ടയറോ? അടിപൊളി ടയറാണ്. ഈ വരച്ച ടയർ അങ്ങനെയൊക്കെ ഉള്ള വല്ല പരിപാടിയും ചെയ്യാറുണ്ടോ? സത്യം പറയണം. അല്ലല്ല, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പറ. നമ്മളങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ടയറിൻ്റെ പുറത്ത് 500-1000 രൂപയുടെ വ്യത്യാസമൊക്കെ വരുള്ളൂ എന്നും പറഞ്ഞു. ഇതിപ്പോൾ ഇത്രയും വണ്ടി ചെയ്യണോ? ഇത്രയും വണ്ടിയിൽ അങ്ങനെ ചെയ്താൽ ഒരുപാട് പൈസ ഇല്ലേ? അല്ല, നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഒരുവിധം നല്ല ടയറുള്ള ആയിരിക്കും വരണം. ടയറില്ലെങ്കിൽ ഇല്ല, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ എത്ര ചോദിച്ചേ? 1.75. 1.75. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ചിലപ്പോൾ ഇത് 2 പാർട്ടായിട്ടായിരിക്കും വരുന്നത്. കാരണം ഒരുപാട് വണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ഡ്യൂറേഷൻ ഒരുപാട് കാണും. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഒരു 20 മിനിറ്റ് എന്നോ അല്ലെങ്കിൽ 20 മിനിറ്റ് 15 മിനിറ്റ് എന്നോ ആക്കിയായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ 2 എപ്പിസോഡായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ഉറപ്പില്ല. വീട്ടിൽ പോയി എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇത് എത്രമാത്രം ഉണ്ടെന്നുള്ള. ഒരുപാട് വണ്ടി എടുത്തു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു 50 രൂപയ്ക്കൊക്കെ നോക്കുന്ന വണ്ടികൾ നോക്കുന്നിടം തൊട്ട് മുകളിലോട്ട് നോക്കാൻ പറ്റിയ ഷോപ്പാണ്. ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എടുത്തതിൽ 1-2 വണ്ടികളും കൂടി ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ആ വണ്ടികളെങ്ങ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ് ഈ കടയിൽ വരുമ്പോൾ നടുവേദന എടുക്കുന്നു, അത്രയ്ക്ക് വണ്ടികളുണ്ട്. ഇവിടെ തൊട്ടടുത്ത് മുതലാളിമാർ പോകണ്ട്, ഞാൻ അവർക്ക് വേണ്ടി തെള്ളുക എന്നുള്ളത് വെച്ചിട്ട് ഞാൻ എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.